ഹലോ ഫ്രണ്ട്സ്, ഹേസൽ ആൻഡ് ഹയൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ എപ്പോഴും ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ, ലോങ് വീഡിയോ ഞാൻ ഇടാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടേക്കാന്നേ. ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ്. ആ മഴ കണ്ടപാടും ഹായാന് കുടയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങണേ. അതിന് വേണ്ടിയിട്ടുള്ള വാശിയും കരച്ചിലുമാണ് ഈ കാണുന്നത്. ആകാശത്തേക്ക് നോക്കി വേഴാമ്പൽ കരയുന്നത് പോലെയാണ് ഹയാൻ കരയുന്നത്. അങ്ങനെ വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുപോകുമെന്ന് അവനറിയാം. പക്ഷേ ഞാൻ ഇന്ന് അവനെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. നല്ല മഴയാണ്, തണുപ്പും കൂടുതലായിരുന്നേ. അതുകൊണ്ട് ഞാൻ അവനെ പുറത്തേക്ക് ഇറക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടി വേഗം അകത്തേക്ക് കയറിയിട്ടുണ്ടേ. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവൻ വേഗം തന്നെ മറക്കുവേ. കരച്ചിലൊക്കെ വേഗം തന്നെ നിർത്തുകയും ചെയ്യും. കഴിഞ്ഞ് ഞാൻ നേരെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടി വിയും കണ്ട് കുറച്ചധികം നേരം അവൻ അവിടെ ഇരുന്നോളും. അപ്പോഴേക്കും എൻ്റെ പകുതി മുക്ക പണിയും തീരുവേ. അങ്ങനെയാണ് ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കാറ്. അപ്പോൾ എന്തായാലും ടി വി കണ്ടിരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പാൻ കേക്കുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചോളും. അവനിപ്പോൾ കുറുക്കിനോടൊന്നും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെറിയ പാൻ കേക്കുകളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവനത് തന്നെ കഴിക്കുകയും ചെയ്തോളുവേ. അപ്പോഴേക്കും അപ്പൂനെ കൊണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും അപ്പവും കൂടെയാണ് പോകുന്നത്. ഇന്ന് ഞാൻ അപ്പൂനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹയാനെ കൂട്ടിയിട്ടില്ല. ഹയാൻ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാനും അപ്പവും കൂടെയാണ് പോകുന്നത്. അപ്പു പോകുന്ന ഓട്ടോ ഏകദേശം ഒരു 9:30 9:35 ആകുമ്പോഴത്തേക്കും എത്തുവേ. അതുകൊണ്ട് നമ്മളൊരു 9:25 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൻറ്റീൻ്റെ മോളുണ്ടായിരുന്നേ. ഇച്ചി എന്നാണ് ഞാൻ വിളിക്കാറ്. ആൻറ്റീനെ ഞാൻ വിളിക്കുന്നത് ഇച്ചമ്മ എന്നാണ്. ഇച്ചീൻ്റെ അമ്മയായതുകൊണ്ടാണ് ഇച്ചമ്മ എന്ന് വിളിക്കുന്നത്. ഇച്ചീൻ്റെ ശരിക്കുള്ള പേര് റിൻസി എന്നാണ്. അപ്പോഴത്തേക്കും അപ്പൂൻ്റെ ഓട്ടോയെല്ലാം വന്ന് അപ്പു കയറി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നേരെ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ വേഗം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ബെഡൊക്കെ നീറ്റായിട്ട് കൊട്ടി വിരിച്ചിട്ടുണ്ട്. അതങ്ങനെ നീറ്റായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ വേഗം അടിച്ചു വാരാനുള്ളതൊക്കെ അടിച്ചു വാരി തുടങ്ങിയിട്ടുണ്ട്. ഹയാൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വന്ന് നല്ലോണം സഹായിക്കുന്നുണ്ട്. അടിച്ചു വാരി കൂട്ടിയതെല്ലാം മറിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടിച്ചു വാരലും ഒതുക്കി പെറുക്കലെല്ലാം വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് ഓർത്തത് മിട്ടുവിന് രാവിലെ ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് പാല് കൊടുക്കണം. അപ്പോൾ സമയം ഏകദേശം 10:30 ആവാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം എനിക്കുള്ള ചായ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ ഇവിടെ കഴിക്കാൻ പുട്ടും മീൻകറിയും ആയിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാനൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പുട്ടിൻ്റെ കൂടെ എനിക്ക് കടലക്കറിയോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ഹയാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഹയാൻ്റെ വായിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനധികം ഇഷ്ടമായിട്ടില്ല. വേഗം തന്നെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വേഗം ഞാൻ എൻ്റെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹയാന് ചെരുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മിട്ടുവിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വേഗം മിട്ടുവിൻ്റെ പാത്രത്തിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അങ്ങനെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹയാനും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രവും കൂടെ കഴുകി വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യാൻ മറക്കല്ലേ.